യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് അത്തരത്തിൽ യാത്ര ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഞാൻ വെറുതെ വിട്ടുകളയാറില്ല. അത്തരത്തില് കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയും അവിടുത്തെ കാഴ്ചകളും കാണാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കുട്ടനാടിലേക്കാണ് ഇന്നത്തെ ഈ യാത്ര. എൻ്റെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിലെ വേമ്പനാട് കായലിന്റെ ഹൃദയഭാഗത്താണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ ആണെങ്കിലും കുട്ടനാടിനെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കുന്നത് കൂടുതലും വാർത്തയിലൂടെയും സിനിമകളിലൂടെയും മാത്രമാണ്. എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടനാടിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ കാണാനായിട്ടൊന്ന് പോകണമെന്ന്. നമ്മൾ ഏതെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന യാത്രയിൽ ആ ഹൈവേയിലൂടെ പോകുമ്പോൾ കാണുന്ന അത്രയും ഭംഗി മാത്രമല്ല ഈ കുട്ടനാടിനുള്ളത്. തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ അതിൻ്റെ ഉൾഗ്രാമ കാഴ്ചകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ ഉണ്ടായ മഴയിലെ വെള്ളക്കെട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. 2 ദിവസം വൈകുന്നേരത്തെ ഉണ്ടായ അതിശക്തമായ മഴയിലുണ്ടായ ഈ വെള്ളക്കെട്ടുകൾ ഇത്രയും വെള്ളം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നാളുകളോളം നീണ്ടു നിൽക്കുന്ന മഴ പെയ്തു കഴിഞ്ഞാലുള്ള ഈ കുട്ടനാടിൻ്റെ അവസ്ഥയെപ്പറ്റി നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഈ ഒരു ഗ്രാമഭംഗി കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. നെല്ലിൻ്റെ സമൃദ്ധിയാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയത്. ആലപ്പുഴ ജില്ലയുടെ കിഴക്കു ഭാഗത്ത് കായലിൽ നിന്നും കുത്തിയെടുത്ത ചെളികൾ കൊണ്ട് ബണ്ട് കെട്ടിയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും കായലിൻ്റെ ഭാഗമൊന്നുമല്ല. വിളവെടുപ്പിന് ശേഷം പാടം വെള്ളക്കെട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും തന്നെ ഈ പാടങ്ങളെല്ലാം ഇത്രയും വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിനു മുന്നേ തന്നെ അവർ വിളവെടുപ്പ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൃഷിയെല്ലാം നശിക്കും. നമ്മൾ മിക്കപ്പോഴും വാർത്തയിൽ കേൾക്കുന്നതല്ലേ, പെട്ടെന്നുള്ള മഴയിൽ കുട്ടനാട് വെള്ളത്തിലായി അവരുടെ കൃഷികളെല്ലാം നശിച്ചു എന്നുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ എവിടെ നോക്കിയാലും വെള്ളക്കെട്ടുകളാണ്. അപ്പം ഞങ്ങൾക്ക് ചേർത്തലയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് അവിടെ പെയ്ത മഴയുടെ അളവ്. ആ ഒരു മഴയിൽ തന്നെ ഇത്രയും വെള്ളം ഇവിടെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മഴക്കാലത്തൊക്കെ ഇവരുടെ അവസ്ഥ ശരിക്കും ദയനീയമാണ്. നമുക്ക് പറയാവുന്നതിലധികമാണ്. നമുക്ക് അന്നം തരാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഒരു മഴക്കെടുതിയിലൊക്കെ ഇവരുടെ ജീവിതം ആകെ വഴിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഒരു പരിധിവരെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട്. കാര്യം നമുക്ക് പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും. പുതിയതായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെല്ലാം അവർ ഉയരം കൂട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മഴകൾ പെയ്യുമ്പോഴത്തേക്കും വീടിനകത്തേക്ക് വെള്ളം കയറുന്ന ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വിനയതാണ്ടി വരവായ മൂവിയുടെ ലൊക്കേഷനിലേക്കാണ്. അപ്പം നമുക്ക് ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ നേരെ പോയി എത്തിച്ചേരുന്നത് ഒരു കായലിൻ്റെ അവിടേക്കാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ബോട്ട് സർവീസോ ജങ്കാറോ വള്ളമോ അങ്ങനെ എന്തെങ്കിലും ആശ്രയിച്ച് മാത്രമേ നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള പള്ളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വിനയതാണ്ടി വരവായ മൂവിയുടെ ആ ഒരു ജെസ്സിയുടെ പള്ളി കാണിക്കുന്നതൊക്കെ ഇല്ലേ, അതെല്ലാം ആ ഒരു സ്ഥലത്താണ്. ഞങ്ങൾ യാത്ര ചെയ്ത് ഞാൻ പറഞ്ഞ ആ ഒരു കായലിൻ്റെ ആ ഒരു അറ്റത്തേക്ക് ആ റോഡ് തീരുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ജങ്കാറോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. സമയത്തിനനുസരിച്ച് നമുക്ക് ബോട്ട് സർവീസിലോ ജങ്കാറിലോ പോകാൻ നിന്ന് ഒരുപാട് വൈകുന്നത് കാരണം കാറും ബൈക്കും ഒക്കെ പോകാവുന്ന ഒരു റൂട്ടുണ്ട്. അപ്പോൾ അതിൽ ഹെവി വെഹിക്കിളൊന്നും കയറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ച് ശരി നിന്ന് സമയം കളയേണ്ട ആ വഴി പോകാമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നത്. അപ്പം ഇത് അതിമനോഹരമായൊരു റൂട്ടാണ്. നല്ല രസമായിട്ട് നമുക്ക് ശരിക്കും ഉൾഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയണത് ഇത്തരം റൂട്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കുമാണ്. AC റോഡിലൂടെ പോകുമ്പോഴത്തേക്കും കാണുന്നതല്ല കുട്ടനാടെന്ന് ഇന്നത്തെ ഈ യാത്രയിലൂടെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയേണ്ട എൻ്റെ അനിയനോടാണ്. അവനാണ് ഈ വഴിയെല്ലാം കൊണ്ടുപോയി എനിക്കിതെല്ലാം കാണിച്ചു തരുന്നതെല്ലാം.
അങ്ങനെ നമ്മൾ ഈ യാത്ര ചെയ്ത് ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വിനയത്താണ്ടി വരവായ മൂവിയുടെ ലൊക്കേഷനിലേക്ക്. കുട്ടനാട്ടിലെ പുളിങ്കുന്ന് എന്ന ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിലാണ് കൂടുതലായും ആ മൂവിയുടെ ലൊക്കേഷൻസ് എടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയും ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ഈ പള്ളി. ഫൊറോന പള്ളി ആണെങ്കിലും ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിനയത്താണ്ടി വരവായ എന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് ഒരുപാട് ആൾക്കാരാണ് ആ സിനിമയുടെ ലൊക്കേഷൻ എന്നുള്ള രീതിക്ക് പോലും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പള്ളീനെ അതിൻ്റെ അടുത്ത് നിന്ന് കാണുന്നതിലും കുറച്ചുകൂടി നന്നായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ, ആ കായലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളീനെ ഒരുപാട് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് സൈഡിലോട്ട് നീങ്ങാൻ പറ്റില്ല, വീണാൽ നമ്മൾ ആ കായലിലോട്ട് വീഴും. അതുകൊണ്ട് തന്നെ ഒരു പരിധിയുണ്ട് അവിടെ നിന്ന് നമുക്ക് ആ പള്ളീനെ മൊത്തത്തിലൊന്ന് കാണുന്നതിന്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ശരി ഈ റോട്ടിൽ കൂടെ പോയി അങ്ങ് നിന്ന് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി ഈ റോഡ് വഴി വന്നത്. പക്ഷെ കുറച്ച് നേരം ഉള്ളൂ ഇത് റോഡ്, പിന്നെ റോഡൊക്കെ തീരുവാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വഴി പോലെ ആയി തീരും. ഭയങ്കര മോശമായിട്ട് കിടക്കണം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ വഴി വണ്ടിയും കൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. 2 വീലർ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം, പക്ഷേ ഈ വീടുകളുടെയൊക്കെ ഉള്ളിൽ കാറുകളൊക്കെ കിടപ്പുണ്ട്. അപ്പം കുറച്ചൊക്കെ ഏരിയ ഒക്കെ നന്നായിട്ട് കിടപ്പുണ്ടെങ്കിലും കുറച്ചൊക്കെ വളരെ മോശമാണ്. അതുവഴി എടുത്തിട്ട് പോകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയില്ല, പിന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇതിനോട് അങ്ങോട്ട് പഴകി ശീലിച്ചവരായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണ്. ഇതുവഴി പോകാൻ റോഡൊന്നുമില്ല, പക്ഷെ 2 വീലർ കൊണ്ട് വരുന്നവർക്കൊക്കെ ജസ്റ്റ് ഈ ഒരു ചെറിയ വഴി കൂടെ വന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വന്ന് നിന്നാണെങ്കിൽ ഈ പള്ളീനെ കാണാൻ പറ്റുന്നത്. ശരിക്കും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വന്ന് നിന്ന് ഈ കായലും ആ പള്ളിയും കൂടെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കുന്നത്, ആ സിനിമയിലുള്ളതുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ട് മടങ്ങുന്ന വഴി തന്നെ ഒരുപാട് വെള്ളക്കെട്ടുകൾ കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പാടങ്ങളാണ്, കൊയ്ത്ത് കഴിഞ്ഞ പാടാണിതെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കാണുന്നത് ചെറിയ കുറച്ച് സ്ഥലവും ഹൈറ്റിലുള്ള അവിടെയൊക്കെ വീടുകൾ വെച്ച് താമസിക്കുന്ന ആൾക്കാരെയാണ്. അത് തുരുത്താണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. പക്ഷേ ശരിക്കും തുരുത്തൊന്നുമല്ല. വെള്ളം കൊയ്ത്ത് കഴിയുമ്പോഴേക്കും മഴ പെയ്യുമ്പോഴേ ഇതിങ്ങനെ കയറി കിടക്കുന്നതാണ്. അവിടെ വെള്ളം എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, അവർക്ക് പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പോകാനുള്ള വഴിയൊന്നും ഇപ്പോൾ അവിടെ അല്ലാതെ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുട്ടനാട്ടിലോട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും. ശരിക്കും നെല്ല് പൂത്തുലഞ്ഞ് കിടക്കുന്ന പച്ചമനോഹരമായ കുട്ടനാടിന് കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ മറ്റൊരു മുഖമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ആ പച്ച വിരിച്ച് കിടക്കുന്ന ആ പാടം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ കുട്ടനാടിൻ്റെ ഭംഗി അതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുന്ന വഴിക്കാണ് നമുക്ക് ഒരുപാട് പാലങ്ങൾ കയറി ഇറങ്ങാനുണ്ട്. പണ്ടൊന്നും നമുക്ക് ഈ പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. താഴത്ത് കൂടെയുള്ള റോഡിൽ കൂടെ നമ്മൾ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ പാലങ്ങളെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ മഴക്കാലത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായ യാത്ര ദുരിതം അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം താഴത്തുള്ള റോഡുകളെല്ലാം വെള്ളം കയറുമ്പോഴത്തേക്കും എപ്പോഴും AC റോഡിൽ വെള്ളം കയറി നമുക്ക് യാത്ര നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഈ പാലങ്ങൾ. അപ്പോൾ പാലങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം കയറി കിടന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് അത്രയും നല്ലൊരു കാര്യം. ഇതൊരു മെയിൻ റോഡാണിത്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡെന്ന് പറയുന്ന ഒരു മെയിൻ റോഡാണ്. അത് മിക്കപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലായിരിക്കും. അപ്പോൾ അതിനേതായാലും ഒരു പരിഹാരമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിങ്ങനെ ഇതുപോലുള്ള ഫ്രഷ് പിടയ്ക്കുന്ന മീനെന്നൊക്കെ പറയില്ലേ, പിടയ്ക്കുന്ന മീനൊക്കെയാണ് ഈ കിടക്കുന്നത് പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ നമുക്ക് റേറ്റ് നോക്കി വാങ്ങിക്കണം. നല്ല വിലയാണ് ഇവരുടെ അടുത്തുനിന്നൊക്കെ. പിന്നെ നോക്കി വാങ്ങിക്കാൻ ഇപ്പം വഴിയാത്രക്കാരാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ. അവിടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ അറിയാൻ പറ്റും. ഞങ്ങളും പോയി നിന്ന് വില കേട്ട് കരിമീൻ്റെയൊക്കെ വില 600 500 ഒക്കെയാണ്. അപ്പം 3 4 എണ്ണമൊക്കെ കിട്ടത്തുള്ളൂ. 5 എണ്ണമൊക്കെ കൂടിപ്പോയാൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കാരണം വേണ്ടാന്നൊക്കെ വെച്ച്. കാര്യം ഇതൊന്നും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള തൂക്കമൊന്നും അല്ല തൂക്കുന്നത്. പെറുക്കി അങ്ങോട്ട് വിൽക്കണ തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയൊക്കെ വാങ്ങിക്കുക.
ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണല്ലേ ഹൗസ് ബോട്ടുകൾ കാണാണ്ട് പോകുന്നത്. അപ്പോൾ ഇതും ചെറിയൊരു ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്ന, അതായത് നമ്മൾ ഈ ഇടത്താവളം എന്നൊക്കെ പറയത്തില്ലേ, അതായത് അവർ ഇടയ്ക്കൊരു റെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ അടുപ്പിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്, ഇടയ്ക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ബോട്ട് ആ പാലം ക്രോസ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ പാലമാണിത്. അപ്പം ഇത് കയറി കഴിയുമ്പോഴത്തേക്കുമാണ് ശരിക്കും നമ്മുടെ കുട്ടനാട് എന്നുള്ളൊരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പം അതിൻ്റേതായ ആ ഒരു ഇത് നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കിട്ടില്ല. ഒരു സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഹൗസ് ബോട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇവിടുത്തെ ഇങ്ങനെ വന്ന് നിൽക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഹൗസ് ബോട്ടുകൾ കൊണ്ടുവരുന്നതും എടുത്തിട്ട് പോകുന്നതും ഇതുവഴി പോകുന്നതും ഒക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടനാടും കുട്ടനാട്ടിലെ ഉൾഗ്രാമ കാഴ്ചകളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.